മീമിസ് ആണ്. മക്കളെ, നമ്മളിതാ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും സ്ഥിരം കാണാറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡിസ്കോഴ്സസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പൊ മക്കളെ, നമ്മളോട് ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. ഒരു പിക്ചർ തരും, എന്നിട്ട് ആ പിക്ചറിനെ വിവരിച്ച് എഴുതുക, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എഡിറ്റിംഗ് അല്ലെ, കുറച്ച് മിസ്റ്റേക്കുകൾ തരും. ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് എഴുതുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റില്ലേ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സമയം കളയാണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ഒരു പിക്ചർ തരാണ്. ഇതുപോലെ മിസ് ശ്രീപാമ മിസ്സിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു പിക്ചറിൽ മിസ്സിന്റെ കുട്ടികൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഇവിടെ ശ്രീപാമ മിസ് ഒരു ചായ കുടിക്കുന്നുണ്ട്, ചായ കപ്പിൽ കുടിക്കുന്നുണ്ട് അല്ലെ, മുടി അഴിച്ചിട്ടുണ്ട്, ഗ്രീൻ കളർ ഡ്രസ്സാണ്, ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്, കയ്യിൽ മോതിരമുണ്ട്, പിന്നെന്താ നെയിൽ പോളിഷ്, ഗ്രീൻ കളർ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, പൊട്ട് കുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു പിക്ചർ തന്നാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ തന്നാൽ അതിൽ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിലും മിസ്റ്റേക്ക് ഇല്ലാണ്ട്, ഗ്രാമർ മിസ്റ്റേക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. ഒന്നുമില്ല, ആ പിക്ചറിൽ കാണുന്ന എന്തൊക്കെയാണ്, അതിൽ കാണുന്ന എന്ത് മെസ്സേജ് ആണ് ഈ ഒരു പിക്ചറിൽ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ആയല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, അതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഡിറ്റിംഗ് സെറ്റ് ആയി. അപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? സ്പെല്ലിംഗ് റീസ് ഉണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ സ്പെല്ലിംഗ് തെറ്റായിട്ട് തരും, അത് കറക്റ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കും. പിന്നെ ടെൻസിൽ, ഓക്കെ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ടെൻസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ടെൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ വേർഡ് ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും, ഓക്കെ, വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടായിരിക്കും. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എഡിറ്റിംഗിൽ വരും. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ടടുത്ത്, അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേരോ സ്ഥലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം യൂസ് ചെയ്യാനെന്നറിയാം, അത് തെറ്റിച്ചിട്ട് തരും. പിന്നെ പ്രപ്പോസിഷൻസിലെ തെറ്റുണ്ടാവും, ആർട്ടിക്കിൾസിലെ തെറ്റുണ്ടാവും. ഇത്രയും പോർഷൻസിലാണ് മെയിൻ ആയിട്ട് എഡിറ്റിംഗിൽ, അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ, കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ. സോ ഈ ഒരു മിസ്റ്റേക്കുകൾ എഡിറ്റിംഗും ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അടിപൊളി ഉഷാറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ഓക്കെ എന്ന് കമന്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.